എല്ലാവർക്കും നമസ്കാരം. ISO 9001 2026 കുറിച്ചുള്ള പുതിയ ട്രെയിനിങ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു ക്വാളിറ്റി മാനേജർ, ഇന്റേണൽ ഓഡിറ്റർ, ലീഡ് ഓഡിറ്റർ, മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു QMS കൺസൾട്ടന്റ് ആണോ? അല്ലെങ്കിൽ ISO സർട്ടിഫിക്കേഷനായി തയ്യാറെടുക്കുന്ന ഒരു പ്രൊഫഷണൽ ആണോ? എങ്കിൽ ഈ സീരീസ് പ്രത്യേകമായി നിങ്ങളെ ലക്ഷ്യമിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ISO 9001 2026 വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അത് നിലവിലുള്ള ISO 9001 2015 ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ എങ്ങനെ ബാധിക്കും? ഓർഗനൈസേഷൻസ്, ഓഡിറ്റേഴ്സ്, കൺസൾട്ടന്റ് എന്നിവർ എങ്ങനെ ഈ ട്രാൻസിഷനായി തയ്യാറെടുക്കണം എന്നിവയെല്ലാമാണ് ഈ സീരീസിലൂടെ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. പുതിയ മാറ്റങ്ങളിലേക്ക് കടക്കും മുമ്പ് ഒരു പ്രധാന കാര്യം ആദ്യം മനസ്സിലാക്കാം. എന്താണ് FDIS? FDIS എന്നത് ഫൈനൽ ഡ്രാഫ്റ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഇത് ഒരു സാധാരണ ഡ്രാഫ്റ്റ് അല്ല, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപുള്ള അവസാന ടെക്നിക്കൽ വെർഷനാണ് FDIS. ഈ ഘട്ടത്തിൽ സ്റ്റാൻഡേർഡിന്റെ ടെക്നിക്കൽ റിക്വയർമെന്റ് സാധാരണയായി ഫൈനൽ ആയി കൺഫേം ആയിട്ടുണ്ടാകും. അതായത് ഓർഗനൈസേഷൻസിനും ഓഡിറ്റേഴ്സിനും കൺസൾട്ടൻസിനും പുതിയ റിക്വയർമെന്റ് റിവ്യൂ ചെയ്യാനും നിലവിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് ആവശ്യമായ മാറ്റങ്ങൾ തിരിച്ചറിയാനും അതിനായുള്ള ട്രാൻസിഷൻ പ്ലാനിംഗ് ആത്മവിശ്വാസത്തോടെ ആരംഭിക്കാനും കഴിയും. ഔദ്യോഗികമായ പബ്ലിക്കേഷൻ ഇനിയും വരുവാനുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ ടെക്നിക്കൽ കണ്ടന്റിൽ വലിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ISO 9001 2026 ട്രാൻസിഷൻ ജേർണി ഇപ്പോൾ ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാനാകും. ഇനി ഒരു രസകരമായ കാര്യം നോക്കാം. പലരും പ്രതീക്ഷിക്കുന്നത് ISO 9001 2026 പൂർണ്ണമായും പുതിയൊരു സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ISO 9000 2026 ഒരു റെവല്യൂഷൻ അല്ല, അത് ഒരു എവല്യൂഷൻ ആണ്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നു എന്ന് കരുതുക. പുതിയ ഫോൺ നോക്കുമ്പോൾ അതിന്റെ രൂപം പരിചിതമായിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ അതേപോലെ തുടരും. നിങ്ങളുടെ പല ആപ്ലിക്കേഷനും തുടർന്നും അതിൽ പ്രവർത്തിക്കും. എന്നാൽ സ്മാർട്ട് ഫോണിന്റെ അകത്ത് കൂടുതൽ സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ടാകും, മെച്ചപ്പെട്ട സെക്യൂരിറ്റീസ് ഉണ്ടാകും, കൂടുതൽ പെർഫോമൻസ് ഉണ്ടാകും, കൂടുതൽ മികച്ച യൂസർ എക്സ്പീരിയൻസ് ലഭിക്കും. ISO 9001 2026 സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ISO 9001 2015 പരിചയമാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ, ക്ലോസ്, പ്രോസസ് അപ്രോച്ച്, റിസ്ക് ബേസ്ഡ് തിങ്കിങ്, ക്വാളിറ്റി മാനേജ്മെന്റ് ഫിലോസഫി ഇവയെല്ലാം നിങ്ങൾക്ക് ISO 9001 2026 പരിചിതമായി തോന്നും. എന്നാൽ ഇന്നത്തെ ബിസിനസ് എൻവയോൺമെന്റിനെ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന നിരവധി പ്രധാനപ്പെട്ട ഇംപ്രൂവ്മെന്റ്സുകൾ ഈ റിവിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു നിമിഷം കഴിഞ്ഞ 10 വർഷത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 2015 ISO 9001 2015 പ്രസിദ്ധീകരിച്ച സമയത്തു നിന്നും ഇന്ന് വരെ ലോകം വലിയ രീതിയിൽ മാറിയിരിക്കുന്നു. വർക്ക് പ്ലേസ് മാറി, പല ജീവനക്കാരും ഇപ്പോൾ റിമോട്ടായി ജോലി ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിലും ടൈം സോണുകളിലും ഉള്ള ടീംസ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വളരെ വേഗത്തിൽ മുന്നേറി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ പല ബിസിനസ് പ്രോസസ്സിന്റെയും ഭാഗമായിരിക്കുന്നു. സപ്ലൈ ചെയിൻ മുമ്പത്തേക്കാൾ കൂടുതൽ ഇന്റർകണക്റ്റഡ് ആയിരിക്കുന്നു. അതേസമയം ഓർഗനൈസേഷൻ പുതിയ ചലഞ്ചസും നേരിടുന്നു. ഉദാഹരണമായി സൈബർ റിസ്ക്, ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ്, കസ്റ്റമർ എക്സ്പെക്ടേഷനിലെ വേഗത്തിലുള്ള മാറ്റങ്ങൾ, ബിസിനസ് കണ്ടിന്യൂറ്റിയുടെ ആവശ്യകതകൾ, അതിനോടൊപ്പം ഓർഗനൈസേഷണൽ സൈലൻസിന്റെ ആവശ്യകതകളും വർദ്ധിച്ചിരിക്കുന്നു. ഈ മാറ്റങ്ങളൊക്കെയും ക്വാളിറ്റി മാനേജ്മെന്റിനെയും സ്വാധീനിച്ചു. കാരണം ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റി സിസ്റ്റം ഇന്ന് വെറും പ്രൊസീജിയേഴ്സും ഡോക്യുമെന്റ്സും മാത്രമായി നിലനിൽക്കാൻ കഴിയുകയില്ല. അത് മാറുന്ന ബിസിനസ് എൻവയോൺമെന്റിനെ പിന്തുണയ്ക്കുന്നതായിരിക്കണം. അതിനാലാണ് ISO 9001 2026 റിവിഷൻ ആവശ്യമായത്. പുതിയ സ്റ്റാൻഡേർഡ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് ഇതാണ്: കംപ്ലയൻസ് മാത്രം ഇനി മതിയാവുകയില്ല. അതെ, ISO റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ ഒരു ചെക്ക് ലിസ്റ്റ് പൂർത്തിയാക്കുന്നത് കൊണ്ട് മാത്രം ഒരു ഓർഗനൈസേഷന്റെ വിജയം ഉറപ്പു നൽകുന്നില്ല. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം യഥാർത്ഥത്തിൽ എഫക്റ്റീവ് ആയിരിക്കണം. അത് നിങ്ങളുടെ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യണം, കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം, പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യണം, ബിസിനസ് ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യണം. അതിലും പ്രധാനമായി ഓർഗനൈസേഷന് വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. പുതിയ റിവിഷൻ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ഡോക്യുമെന്റേഷന്റെ അളവിനേക്കാൾ QMSന്റെ എഫക്റ്റീവ്നെസ് ആണ് പ്രധാനപ്പെട്ടത്. ഒരു നല്ല ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്നത് ഡോക്യുമെന്റ്സ് ഉള്ള ഒരു സിസ്റ്റം അല്ല, മറിച്ച് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രവർത്തന രീതിയാണ്. അടുത്തതായി ISO 9001 2026 വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പല ചെറിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും 6 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവ ഓരോന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ചേഞ്ച് നമ്പർ 1: പുതിയ ടേംസ് ആൻഡ് ഡെഫിനിഷൻ. ISO 9001 2015 ഡെഫിനിഷൻസിനായി യൂസേഴ്സ് പ്രധാനമായും ISO 9001 റെഫർ ചെയ്തിരുന്നു. എന്നാൽ ISO 9001 2026 പല പ്രധാനപ്പെട്ട മാനേജ്മെന്റ് സിസ്റ്റം ടേംസും
ക്വാളിറ്റി മാനേജ്മെന്റ് ഡെഫിനിഷൻസും സ്റ്റാൻഡേർഡിന്റെ ഭാഗമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടത്? കാരണം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് റിക്വയർമെന്റ് പാലിക്കാത്തതിനാൽ മാത്രമല്ല, ടേംസിനെ വ്യത്യസ്തമായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാലുമാണ്. ഡെഫിനിഷൻസ് നേരിട്ട് സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഓഡിറ്റേഴ്സ്, കൺസൾട്ടൻസ്, ഓർഗനൈസേഷൻസ് എല്ലാവർക്കും ഒരേ അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയും. ഇത് ലോകമെമ്പാടും ISO 9001 നടപ്പിലാക്കുന്നതിൽ കൂടുതൽ കൺസിസ്റ്റൻസി നൽകും. ചേഞ്ച് നമ്പർ 2, ക്വാളിറ്റി കൾച്ചർ ആൻഡ് എത്തിക്കൽ ബിഹേവിയർ. ISO 9001 2026ന്റെ ഏറ്റവും വലിയതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതുമായ മാറ്റങ്ങളിൽ ഒന്നാണ് ക്വാളിറ്റി കൾച്ചർ അഥവാ ഗുണനിലവാര സംസ്കാരം, കൂടാതെ എത്തിക്കൽ ബിഹേവിയർ അഥവാ ധാർമ്മികമായ പെരുമാറ്റം. ഈ രണ്ട് ആശയങ്ങളും സ്റ്റാൻഡേർഡിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ISO 9000 സ്റ്റാൻഡേർഡിൽ തന്നെ ഈ വിഷയങ്ങൾ എക്സ്പ്ലിസിറ്റായി അവതരിക്കപ്പെട്ടിരുന്നു. ഇത് പ്രധാനമായും 3 ഭാഗങ്ങളിലാണ് കാണുന്നത്. ആദ്യത്തേത് ക്ലോസ് 5.1.1 ലീഡർഷിപ്പിൽ. ഇവിടെ ടോപ്പ് മാനേജ്മെന്റിന്റെ നേതൃത്വ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി കൾച്ചർ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. രണ്ടാമത്തേത് ക്ലോസ് 7.3 അവയർനെസ്. ഇവിടെ ജീവനക്കാരുടെ അവയർനെസിന്റെ ഭാഗമായിട്ടാണ് ക്വാളിറ്റി കൾച്ചറും എത്തിക്കൽ ബിഹേവിയറും പരിഗണിക്കപ്പെടുന്നത്. മൂന്നാമത്തേത് ക്ലോസ് 7.1.4 എൻവയോൺമെന്റ് ഫോർ ഓപ്പറേഷൻ ഓഫ് പ്രോസസ്. ഈ ക്ലോസിന്റെ നോട്ടിലും വർക്ക് എൻവയോൺമെന്റിന്റെ ഭാഗമായി ക്വാളിറ്റി കൾച്ചറിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. ക്വാളിറ്റി എന്നത് ഇനി പ്രൊസീജിയേഴ്സ്, ഡോക്യുമെന്റ്സ്, ചെക്ക് ലിസ്റ്റ്, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്നിവയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ക്വാളിറ്റി ആരംഭിക്കുന്നത് വ്യക്തികളിൽ നിന്നാണ്. അവരുടെ ചിന്താഗതിയിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന്, തീരുമാനങ്ങളിൽ നിന്ന്, മൂല്യങ്ങളിൽ നിന്ന്. ശരിയായ കാര്യം മനസ്സിലാക്കാനുള്ള മനോഭാവത്തിൽ നിന്നാണ് യഥാർത്ഥ ക്വാളിറ്റി ഉണ്ടാകുന്നത്. ആരും നോക്കാത്ത സമയത്തും ആരും പരിശോധിക്കാത്ത സമയത്തും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള കമ്മിറ്റ്മെന്റ് ആണ് എത്തിക്കൽ ബിഹേവിയർ. ISO 9001 2026 പ്രകാരം ടോപ്പ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം കൂടുതൽ ശക്തമാകുന്നു. മാനേജ്മെന്റിന്റെ പങ്ക് ഇനി QMS അപ്രൂവ് ചെയ്യുന്നതിലോ റിസോഴ്സ് നൽകുന്നതിലോ മാത്രം ഒതുങ്ങുന്നില്ല. അവർ സജീവമായ ഒരു കൾച്ചർ സൃഷ്ടിക്കണം. അവിടെ ക്വാളിറ്റി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ജീവനക്കാർ മനസ്സിലാക്കണം. ഒരു പ്രൊസീജിയർ ഉള്ളതിനാൽ മാത്രം ക്വാളിറ്റി ചെയ്യരുത്, മറിച്ച് ക്വാളിറ്റി നൽകുന്നത് കസ്റ്റമേഴ്സിനും ഓർഗനൈസേഷനും വാല്യൂ സൃഷ്ടിക്കുന്നു എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കണം. ഇത് ഓഡിറ്റേഴ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഇത് ഓഡിറ്റ് അപ്രോച്ചിലും ഒരു വലിയ മാറ്റം കൊണ്ടുവരും. ഇനി ഓഡിറ്റേഴ്സ് പരിശോധിക്കേണ്ടുന്നത് ഡോക്യുമെന്റ്സ് ഉണ്ടോ, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ലീഡർഷിപ്പ് ബിഹേവിയർ എങ്ങനെയാണ്, മാനേജ്മെന്റ് ക്വാളിറ്റിയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു, എംപ്ലോയീസ് ക്വാളിറ്റിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ, ഓർഗനൈസേഷന്റെ വാല്യൂ യഥാർത്ഥത്തിൽ പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ടോ, ക്വാളിറ്റി കൾച്ചർ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നിവ ഓഡിറ്റേഴ്സ് ഇനി വിലയിരുത്തേണ്ടി വരും. അതായത് ഓഡിറ്റ് ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമല്ല, ഓർഗനൈസേഷന്റെ ക്വാളിറ്റി മൈൻഡ് സെറ്റ് മനസ്സിലാക്കുവാനുള്ള ഒരു ഇവാലുവേഷൻ ആയി മാറും. അത് ISO 9001 2026ന്റെ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ചേഞ്ച് നമ്പർ 3, റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ നൗ ക്ലിയർലി സെപ്പറേറ്റഡ്. അടുത്ത പ്രധാന മാറ്റം റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റി മാനേജ്മെന്റിലാണ്. ISO 9001 2015ൽ റിസ്ക്കും ഓപ്പർച്യൂണിറ്റീസും ഒരുമിച്ച് പരിഗണിച്ചിരുന്നു. ക്ലോസ് 6.1ൽ ആക്ഷൻ ടു അഡ്രസ് റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ പല ഓർഗനൈസേഷനും ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. റിസ്ക് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെ വ്യത്യസ്തമായി മാനേജ് ചെയ്യണം എന്നതിൽ പലപ്പോഴും ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ISO 9001 2026 ഈ വിഷയം കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിക്കുന്നു. ഇനി റിസ്ക്കും ഓപ്പർച്യൂണിറ്റീസും പ്രത്യേകം പരിഗണിക്കപ്പെടുന്നു. പുതിയ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ക്ലോസ് 6.1.1 ഡിറ്റർമിനിങ് റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ക്ലോസിൽ ഓർഗനൈസേഷൻ റിസ്ക്കും ഓപ്പർച്യൂണിറ്റീസും തിരിച്ചറിയേണ്ടുന്നതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു. ക്ലോസ് 6.1.2ൽ ആക്ഷൻ ടു അഡ്രസ് റിസ്ക്. ഇത് റിസ്കിനെ അഡ്രസ് ചെയ്യുന്നതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. റിസ്ക് മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം പ്രശ്നങ്ങൾ സംഭവിക്കും മുമ്പ് അവ തടയുക എന്നതാണ്. ഉദാഹരണത്തിന് എക്യുപ്മെന്റ് ഫെയിലിയർ റിസ്ക്, സപ്ലയർ ഡെലിവറി റിസ്ക്, കസ്റ്റമർ കംപ്ലൈന്റ് റിസ്ക്, സൈബർ സെക്യൂരിറ്റി റിസ്ക് എന്നിവ തിരിച്ചറിഞ്ഞ് മിറ്റിഗേഷൻ ആക്ഷൻസ് സ്വീകരിക്കുക. ക്ലോസ് 6.1.3 ആക്ഷൻ ടു അഡ്രസ് ഓപ്പർച്യൂണിറ്റീസ്. ഇതാണ് പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ലോസ്. ഇത് ഓപ്പർച്യൂണിറ്റീസിനെ അഡ്രസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഓപ്പർച്യൂണിറ്റി മാനേജ്മെന്റിന്റെ ലക്ഷ്യം പെർഫോമൻസ് മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന് പ്രോസസ് ഇംപ്രൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഡിജിറ്റലൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ്, കോസ്റ്റ് റിഡക്ഷൻ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ ടെക്നോളജി അഡോപ്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നിവയാണ്. ഇവിടെ ഒരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കണം. റിസ്ക് മാനേജ്മെന്റ് എന്നത് എന്തെല്ലാം തെറ്റായി സംഭവിക്കാം എന്ന് ചിന്തിക്കുന്നതാണ്. ഓപ്പർച്യൂണിറ്റീസ് മാനേജ്മെന്റ് എന്നത് എന്തെല്ലാം കൂടുതൽ മികച്ച രീതിയിൽ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതാണ്.
രണ്ടും ഒരേ പ്രോസസ്സിന്റെ ഭാഗമാണെങ്കിലും അവയ്ക്ക് വ്യത്യസ്തമായ ചിന്തയും വ്യത്യസ്തമായ പ്ലാനിങ്ങും വ്യത്യസ്തമായ ആക്ഷൻസും ആവശ്യമാണ്. ഈ മാറ്റം ഓർഗനൈസേഷനെ കൂടുതൽ പ്രൊയാക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നു. പല ഓർഗനൈസേഷനും റിസ്ക് മാനേജ്മെന്റിനെ നെഗറ്റീവ് തിങ്കിങ് മാത്രമായി കണ്ടിരുന്നു. എന്നാൽ ISO 9001:2026 വ്യക്തമാക്കുന്നത് ഒരു നല്ല മാനേജ്മെന്റ് സിസ്റ്റം പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കരുത്, മറിച്ച് ഇംപ്രൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നതിലും ശ്രദ്ധിക്കണം എന്നാണ്. അതിനാൽ ഓർഗനൈസേഷൻസ് ഇനി അവരുടെ QMS റിവ്യൂ ചെയ്യുമ്പോൾ റിസ്ക് രജിസ്റ്റർ മാത്രം നോക്കാതെ ഓപ്പർച്യൂണിറ്റീസ് രജിസ്റ്റർ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതും പരിശോധിക്കണം. ഓഡിറ്റേഴ്സും ഇനി ഓഡിറ്റ് സമയത്ത് റിസ്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ആക്ഷൻ എടുത്തിട്ടുണ്ടോ, എഫക്റ്റീവ്നെസ് പരിശോധിച്ചിട്ടുണ്ടോ, ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയിട്ടുണ്ടോ, ഇംപ്രൂവ്മെന്റ് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നിവ പരിശോധിക്കേണ്ടുന്നത് ആവശ്യമാണ്. ചേഞ്ച് നമ്പർ 4, സ്ട്രോങ്ങർ മാനേജ്മെന്റ് ഓഫ് ചേഞ്ച്. ഓരോ ഓർഗനൈസേഷൻസിലും മാറ്റങ്ങൾ ആവശ്യമാണ്. ഒരു ഓർഗനൈസേഷൻ വളരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് പുതിയ ടെക്നോളജി, പുതിയ സോഫ്റ്റ്വെയർ സിസ്റ്റം, പുതിയ സപ്ലയർ, പുതിയ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, പുതിയ കസ്റ്റമർ റിക്വയർമെന്റ്, പുതിയ പ്രോസസ് എന്നിവ. എന്നാൽ ഇനി ഒരു മാറ്റം നടപ്പിലാക്കുക എന്നത് മാത്രം മതിയാകുകയില്ല. ആ മാറ്റം ശരിയായ രീതിയിൽ മാനേജ് ചെയ്യണം. ISO 9001:2026 മാറ്റങ്ങളുടെ മാനേജ്മെന്റിനെ കൂടുതൽ ശക്തമാക്കുന്നു. ഇനി ഓർഗനൈസേഷൻസ് ചെയ്യേണ്ടുന്നത് മാറ്റങ്ങൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മാറ്റം എങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് മോണിറ്റർ ചെയ്യുക, മാറ്റം യഥാർത്ഥത്തിൽ എക്സ്പെക്റ്റഡ് റിസൾട്ട് നൽകുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക, നടപ്പിലാക്കിയ മാറ്റങ്ങളുടെ റിസൾട്ട് റിവ്യൂ ചെയ്യുക എന്നിവയാണ്. ലളിതമായി പറഞ്ഞാൽ മാറ്റങ്ങൾ വരുത്തുക മാത്രം ചെയ്യരുത്, അവയെ ശരിയായി മാനേജ് ചെയ്യുക, അവയുടെ എഫക്റ്റീവ്നെസ് അളക്കുക, അവയിൽ നിന്ന് പഠിക്കുക, ആവശ്യമായ ഇംപ്രൂവ്മെന്റ് നടത്തുക. ഉദാഹരണത്തിന് ഒരു ഓർഗനൈസേഷൻ പുതിയ ERP സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് കരുതുക. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രം ചേഞ്ച് മാനേജ്മെന്റ് അല്ല. ഓർഗനൈസേഷൻ പരിശോധിക്കേണ്ടുന്നത് എംപ്ലോയീസിന് ട്രെയിനിങ് ലഭിച്ചോ, പ്രോസസ് ചേഞ്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ, ന്യൂ സിസ്റ്റം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ, റിക്വയർഡ് ഡാറ്റ ആക്യുറസി ലഭിച്ചോ, എക്സ്പെക്റ്റഡ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ എന്നിവയെല്ലാമാണ്. അതുപോലെ ഒരു പുതിയ സപ്ലയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും, ഒരു പുതിയ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും, ഒരു പുതിയ എക്യുപ്മെന്റ് വാങ്ങുമ്പോഴും ചേഞ്ച് മാനേജ്മെന്റ് അപ്രോച്ച് ആവശ്യമാണ്. ഇത് QMSനെ കൂടുതൽ കൺട്രോൾഡും എഫക്റ്റീവും ആകാൻ സഹായിക്കും. ചേഞ്ച് നമ്പർ 5, എ മച്ച് ബെറ്റർ അനെക്സ് എ. ISO 9001:2015 അനെക്സ് എ പല ഓർഗനൈസേഷനും പലപ്പോഴും അവഗണിച്ചിരുന്നു. പലരും അനെക്സ് എ ഓപ്ഷണൽ ഇൻഫർമേഷൻ സെക്ഷൻ മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ISO 9001:2026 അനെക്സ് എക്ക് വളരെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ISO 9001:2026 അനെക്സ് എ വളരെ കൂടുതൽ വികസിപ്പിച്ചിരിക്കുന്നു. ഏകദേശം എല്ലാ പ്രധാന ക്ലോസിന്റെയും പിന്നിലെ ഇന്റന്റ് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻസ് അനെക്സ് എയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു റിക്വയർമെന്റ് എന്തിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിനെ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം, ഓർഗനൈസേഷൻ അത് എങ്ങനെ പ്രായോഗികമായി അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ഗൈഡൻസ് അനെക്സ് എ നൽകുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, അനെക്സ് എ പുതിയ റിക്വയർമെന്റുകളെ സൃഷ്ടിക്കുന്നില്ല. അതൊരു അഡീഷണൽ റിക്വയർമെന്റ് ഡോക്യുമെന്റ് അല്ല. സ്റ്റാൻഡേർഡിൽ നൽകിയിരിക്കുന്ന റിക്വയർമെന്റ്സ് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും നടപ്പിലാക്കാനും സഹായിക്കുന്ന ഒരു ഗൈഡൻസ് ആണ്. ഇത് പ്രത്യേകിച്ച് സഹായകരമാകുന്നത് പുതിയ ഓഡിറ്റേഴ്സിന്, ക്വാളിറ്റി പ്രൊഫഷണൽസിന്, ISO 9001 ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് ആണ്. കാരണം റിക്വയർമെന്റ് മാത്രം വായിക്കുന്നതിന് പകരം അതിന്റെ പിന്നിലെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ അനെക്സ് എ സഹായിക്കും. ഒരു നല്ല ഓഡിറ്ററിന്റെ സമീപനം ക്ലോസിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന ചോദ്യം മാത്രമായിരിക്കരുത്, മറിച്ച് ഈ റിക്വയർമെന്റിന്റെ ഉദ്ദേശം എന്താണ്, ഓർഗനൈസേഷൻ അത് എങ്ങനെ എഫക്റ്റീവായി നടപ്പിലാക്കുന്നു എന്നും മനസ്സിലാക്കണം. അതിന് അനെക്സ് എ വളരെ പ്രധാനപ്പെട്ട റെഫറൻസ് ആയിരിക്കും. ചേഞ്ച് നമ്പർ 6, അനെക്സ് ബി ഹാസ് ബീൻ റിമൂവ്ഡ്. അടുത്ത പ്രധാന മാറ്റം അനെക്സ് ബി നീക്കം ചെയ്തിരിക്കുന്നു എന്നതാണ്. ISO 9001:2015 അനെക്സ് ബി പ്രധാനമായും ISO TC 176 ടെക്നിക്കൽ കമ്മിറ്റി വികസിപ്പിച്ച മറ്റ് സ്റ്റാൻഡേർഡ്സിന്റെ പട്ടിക നൽകുന്നതായിരുന്നു. അതായത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ പിന്തുണയ്ക്കുന്ന മറ്റ് ISO സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു അനെക്സ് ബിയിൽ ഉണ്ടായിരുന്നത്. ISO 9001:2026 ഈ ഇൻഫർമേഷൻസ് പ്രത്യേക അനെക്സ് ആയി നൽകുന്നില്ല, പകരം ആവശ്യമായ റെഫറൻസ് പുതിയ അനെക്സ് എയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം സ്റ്റാൻഡേർഡിനെ കൂടുതൽ സിമ്പിൾ ആക്കുക, നാവിഗേഷൻ എളുപ്പമാക്കുക, യൂസേഴ്സിന് ആവശ്യമായ ഗൈഡൻസ് ഒരിടത്ത് ലഭ്യമാക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. നമ്മൾ കണ്ട എല്ലാ മാറ്റങ്ങളും ചേർത്ത് നോക്കുമ്പോൾ ISO 9001:2026 ISO ഒരു ടെക്നിക്കൽ റിവിഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് വളരെ ശരിയായ ഒരു വിവരണമാണ്. കാരണം ISO 9001 പൂർണ്ണമായി മാറ്റി എഴുതുന്ന ഒരു റിവിഷൻ അല്ല,
നമുക്ക് പരിചിതമായ അടിസ്ഥാന ഫ്രെയിംവർക്ക്സ് ഇപ്പോഴും തുടരുന്നു. ISO 9001 2026 ഇപ്പോഴും തുടരുന്ന പ്രധാന ഘടകങ്ങളാണ് 7 ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, പ്രോസസ് അപ്രോച്ച്, റിസ്ക് ബേസ്ഡ് തിങ്കിങ്, കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ്, കസ്റ്റമർ ഫോക്കസ്. എന്നാൽ ഇന്നത്തെ ബിസിനസ് റിയാലിറ്റിയെ പ്രതിഫലിപ്പിക്കുന്നതിനായി ചില പ്രധാന മേഖലകൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലീഡർഷിപ്പ്, ക്വാളിറ്റി കൾച്ചർ, എത്തിക്കൽ ബിഹേവിയർ, റിസ്ക് മാനേജ്മെന്റ്, ഓപ്പർച്യൂണിറ്റി മാനേജ്മെന്റ്, ചേഞ്ച് മാനേജ്മെന്റ് എന്നിവയാണ് അതെല്ലാം. അടുത്തതായി ISO 9001 2026 അടിസ്ഥാനമാക്കി നിങ്ങളുടെ നിലവിലുള്ള QMS പരിശോധിക്കുമ്പോൾ ചിന്തിക്കേണ്ടുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ക്വാളിറ്റി കൾച്ചർ യഥാർത്ഥത്തിൽ ഉണ്ടോ? മാനേജ്മെന്റ് ക്വാളിറ്റിയെ എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു? റിസ്ക്കും ഓപ്പർച്യൂണിറ്റീസും വ്യക്തമായി വേർതിരിച്ചിട്ടുണ്ടോ? ചേഞ്ചസ് നാം എങ്ങനെ മാനേജ് ചെയ്യുന്നു? എംപ്ലോയി ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നിവയാണ് നിങ്ങൾ നിലവിലുള്ള QMSനെ പരിശോധിക്കുമ്പോൾ ചിന്തിക്കേണ്ടുന്ന പ്രധാന കാര്യങ്ങൾ. ISO 9001 2026 കുറിച്ചുള്ള ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോ അവസാനിക്കും മുമ്പ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ISO FDIS 9001 2026 എന്താണ്? എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് റിവിഷൻ ചെയ്തത്? ഇന്നത്തെ ബിസിനസ് എൻവയോൺമെന്റ് ഈ മാറ്റത്തെ എങ്ങനെ സ്വാധീനിച്ചു? ISO 9001 2026 വന്നിരിക്കുന്ന 6 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഈ വീഡിയോ ഒരു തുടക്കം മാത്രമാണ്. അടുത്ത എപ്പിസോഡുകൾ നമുക്ക് ISO 9001 2026 ഓരോ ക്ലോസിനെ പറ്റിയും വിശദമായി പഠിക്കാം. ISO 9001 2015 നമുക്ക് അവ കമ്പയർ ചെയ്യാം. പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ റിക്വയർമെന്റ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. ഓഡിറ്റ് എവിഡൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. റിയൽ ഓർഗനൈസേഷണൽ എക്സാമ്പിൾസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ ട്രാൻസിഷനായി എന്തെല്ലാം തയ്യാറെടുക്കണമെന്നും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. അതിനാൽ അടുത്ത എപ്പിസോഡ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനും ക്വാളിറ്റി പ്രൊഫഷണൽസിനും ഫെലോ ഓഡിറ്റേഴ്സിനും ഷെയർ ചെയ്യുക. കാരണം ഇന്നത്തെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് നാളത്തെ ഓഡിറ്റ് തയ്യാറെടുപ്പുകൾക്ക് നിങ്ങളെ സഹായിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡുകളിൽ ISO 9001 2026 ക്ലോസ് ബൈ ക്ലോസ് ജേർണി നമുക്ക് ആരംഭിക്കാം. താങ്ക് യു.